ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്ലാസൻ്റയെക്കുറിച്ചിട്ടും പ്ലാസൻ്റയുടെ ആരോഗ്യത്തെക്കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അമ്മയുടെ വയറ്റിലെ വാവയ്ക്ക് ഖരരൂപത്തിലെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദ്രാവക രൂപത്തിൽ ഭക്ഷണത്തിലെ പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനും കുഞ്ഞിന് ആവശ്യമായ ഓക്സിജൻ കുഞ്ഞിൻ്റെ ശരീരത്തിൽ എത്തുന്നതിനുമെല്ലാം തന്നെ പൊക്കിൾക്കൊടി അഥവാ പ്ലാസൻ്റയിലൂടെയാണ്. മറുപിള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത് കുഞ്ഞു വയറ്റിൽ രൂപപ്പെടുന്നത് മുതൽ കുഞ്ഞു പുറത്തേക്ക് വരുന്നത് വരെയാണ് ഉണ്ടാവുക. കുഞ്ഞിനുള്ള പോഷകങ്ങൾ നൽകുക, കുഞ്ഞിനുള്ള ജീവനാഡിയായി പ്രവർത്തിക്കുക എന്ന ഉത്തരവാദിത്വത്തിലുള്ള ഇവ സാധാരണ പ്രസവമെങ്കിൽ കുഞ്ഞു പുറത്തു വന്ന് അരമണിക്കൂർ മുതൽ 1 മണിക്കൂറിനുള്ളിൽ ഇതും പുറത്തേക്ക് വരും. അല്ല, സിസേറിയൻ ആണെങ്കിൽ നമ്മുടെ കുഞ്ഞിനോടൊപ്പം തന്നെ ഇതും പുറത്തേക്ക് വരും. ഗർഭത്തിൻ്റെ ആദ്യകാലത്തുണ്ടാവുന്ന ഛർദിയും അതുപോലുള്ള ഗർഭകാല അസ്വസ്ഥതകളെല്ലാം തന്നെ സാധാരണ അമ്മയ്ക്ക് ഇത് അസ്വസ്ഥതകൾ ഉണ്ടാക്കും അല്ലേ. പക്ഷേ ഇത് കുഞ്ഞിൻ്റെ പ്ലാസൻ്റ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് കേട്ടോ ഇത്. അതിനാൽ തന്നെ ഗർഭം ആരോഗ്യകരമാണെന്നുള്ള സൂചന കൂടി ഈ ഓരോ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പോഷകക്കുറവ്, പ്രമേഹം, രക്തഗ്രൂപ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ, ഹൈ BP, പുകവലി, 40 ആഴ്ചകൾ കടന്നിട്ടും പ്രസവം നടക്കാതിരിക്കുക തുടങ്ങിയവയെല്ലാം തന്നെ പ്ലാസൻ്റയുടെ ആരോഗ്യത്തിന് ദോഷകരമായിട്ട് വരുത്തുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന ഒന്നാണ് കേട്ടോ. പ്ലാസൻ്റയുടെ ആരോഗ്യത്തിന് ചെയ്യാവുന്ന ചിലതുണ്ട്. ആരോഗ്യകരമായ ജീവിതശൈലി, ഭക്ഷണം എന്നിവയെല്ലാം തന്നെ ഇതിന് സഹായിക്കുന്നവയാണ്. ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുക, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റുകൾ എന്നിവ അടങ്ങിയ ഭക്ഷണം, ദിവസവും 20 മിനിറ്റെങ്കിലും നടക്കുക. ഇതെല്ലാം തന്നെ ഈ പ്ലാസൻ്റയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. കൂടാതെ മെർക്കുറി അടങ്ങിയിട്ടുള്ള മത്സ്യം ഒഴിവാക്കുക, ബാക്ടീരിയൽ അണുബാധകൾ ഉണ്ടാവാനുള്ള സാധ്യത ഒഴിവാക്കുക, വേവിക്കാത്ത ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇതെല്ലാം തന്നെ നമ്മുടെ പ്ലാസൻ്റയുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരത്തിൽപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ താങ്ക് യു.